എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നിക്കാണും ഇതെന്തൊരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നല്ലേ. ഇത് അടിപൊളി ഡേറ്റ്സ് വെച്ചിട്ട് ഐറ്റമാണ് കേട്ടോ. ഡേറ്റ്സ്, നട്ട്സ് എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റിയോട് കൂടിയ ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ നട്ട്സും ഡേറ്റ്സും കഴിക്കാത്ത കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 1.5 കിലോ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സ് വെള്ളത്തിലിട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചെടുത്തതാണ്. നല്ലതായിട്ട് മരത്തിൽ നിന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ പറിച്ചെടുത്തതാണ്. അതുകൊണ്ട് നല്ലതായിട്ട് ഇത് പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3-4 വെള്ളത്തിൽ നല്ലതായിട്ട് ഞാൻ ഇത് കഴുകിയെടുത്തു. എന്നിട്ട് നല്ല വെള്ളത്തിൽ അരമണിക്കൂർ ഇതിൽ കുതിരാൻ വെച്ചിരുന്നു. കാരണം ഇത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് അങ്ങനെ കുതിരാൻ വെച്ചിരുന്നത് കേട്ടോ. കാരണം ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് സോഫ്റ്റായി വരണം. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ കുതിരാനിടേണ്ട ആവശ്യമില്ല. അതല്ല ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. ഇതിൻ്റെ തൊലി വേണമെങ്കിൽ കളയുക, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഞെടുപ്പും കളയുക, അടുത്ത കുരുവും കളഞ്ഞിട്ട് നമുക്കിതിനെ കൊണ്ടുവരാം. പീസിൻ്റെ കുഴുവെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ല, ഡേറ്റ്സ് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ പോയി അരച്ചെടുത്തുകൊണ്ട് വരാമേ. ഡേറ്റ്സ് ഇവിടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 2 ടൈപ്പ് നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പംകിൻ സീഡും ഒന്ന് വാൾനട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഏത് നട്ട്സും ഇതിലോട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പിസ്ത എടുക്കാം, അതുപോലെ ബദാം എടുക്കാം, ക്യാഷ്നട്ട് എടുക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടം, നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പംകിൻ സീഡും വാൾനട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഈ വാൾനട്ടും പംകിൻ സീഡും ഒന്ന് മിക്സി ഞാൻ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പംകിൻ സീഡ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. കണ്ട ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ വാൾനട്ട് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. നിങ്ങൾക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 30 ബിസ്ക്കറ്റാണുള്ളത്. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് പൊട്ടിക്കുക. ഇവിടെ ഞാനൊരു സിബ്ലോ കവർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സിബ്ലോ കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി കേട്ടോ. സിബ്ലോ കവർ ഓപ്പൺ ചെയ്യുക. ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടെ ഇതിലോട്ടങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റെല്ലാം ഞാൻ സിബ്ലോ കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് സിബ്ലോ കവർ നല്ലതായിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട് നല്ലതായിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി റോൾ എടുത്തിട്ടുണ്ട്. ചപ്പാത്തി റോൾ വെച്ച് ബിസ്ക്കറ്റിനെ നമുക്കങ്ങ് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റിന് ഒത്തിരി അങ്ങ് പൊടി പോലെ അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കിടക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് നിങ്ങൾക്കത് മുറിച്ചിടാം കേട്ടോ. മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് മിക്സിയിലിട്ട് കൊടുക്കാത്തത് കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്താലും മതി. ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ ഡേറ്റ്സ് അങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഡേറ്റ്സ് നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് ടൈറ്റായിട്ട് വരും. അന്നേരം 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലയോ, ഡേറ്റ്സ് നല്ലതായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അലുവയുടെയൊക്കെ ആ രീതിയിലായി വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ശരിക്കും ഒരു 10 മിനിറ്റ് കഷ്ടിച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു അലുവയുടെ ശരിക്കുള്ള അലുവ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. ഇതിലോട്ട് ശകലം നെയ്യും കൂടെ 1 ടീസ്പൂൺ മതി, അതും കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, ആ നട്ട്സും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടെ നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബിസ്ക്കറ്റും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഡേറ്റ്സിലോട്ട് ബിസ്ക്കറ്റ് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടണം. ആ രീതി ഇതിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് പകുതി മുക്കാലൊന്ന് തണുത്ത് വരണേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് നല്ല വൃത്തിയാക്കി എടുക്കുക. അതിലോട്ട് നമ്മൾ തണുത്ത് വന്നിരിക്കുന്ന ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തവി വെച്ച് അത്രയും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തില്ലല്ലോ, അപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ, അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ചൂടുള്ളതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്കിതിനെ ഷേപ്പാക്കി എടുക്കണം. അപ്പം ആ ഒരു ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ നമ്മളിതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. ആ രീതിയിൽ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ നമുക്കിതിനെ കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ പംകിൻ സീഡും കുറച്ച് ക്യാഷ്നട്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അലുമിനിയം ഫോയിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഇവിടെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ അലുമിനിയം ഫോയിലോട്ട് ഇതുപോലെ വിതറി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി കേട്ടോ. ഡേറ്റ്സും ബിസ്ക്കറ്റൊക്കെ വെച്ച് റോളാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ അലുമിനിയം ഫോയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കണം. ഇട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഉരുട്ടിയെടുക്കണം. ഈ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത നട്ട്സും അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും അങ്ങ് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ അലുമിനിയം ഫോയിലിൻ്റെ ഒരു സൈഡിൽ ഇതിനെ കൊണ്ടുവെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മുറുക്കി തന്നെ ഇതിനെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിനെ നമുക്ക് പൊതിഞ്ഞെടുത്തുകൊണ്ട് വരാം. നമ്മൾ പൊതിഞ്ഞെടുത്ത ഈ സംഭവം ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂറും അതല്ല ഫ്രിഡ്ജിൻ്റെ താഴെയാണെങ്കിൽ ഇതിനൊരു 4-5 മണിക്കൂറും തണുക്കാനായിട്ട് വെക്കുക. ഇതൊന്ന് കട്ടിയായി വരണം, അതിന് വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ. ഞാൻ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫോയിൽ മാറ്റി നോക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. ഈ ഒരു വലിപ്പത്തിൽ വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത്രയും വീതി വേണമേ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. അകത്തെല്ലാം എൻ്റെ ബിസ്ക്കറ്റും നട്ട്സ് എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റും കേട്ടോ. ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റാണ്. ഡേറ്റ്സിൻ്റെ മധുരവും ബിസ്ക്കറ്റും എല്ലാം കൂടെ വരുന്നുണ്ടല്ലോ. അതുപോലെ വാൾനട്ടിൻ്റെ കയ്പൊട്ടും അറിയത്തില്ല കേട്ടോ. വാൾനട്ട് അതിൽ ഇട്ടിട്ടുണ്ടെന്ന് പോലും നമ്മൾ പറയത്തില്ല. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ധൈര്യത്തോടു കൂടി കഴിക്കാം. കാരണം നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.